ഹലോ, നമ്മളിന്നുള്ളത് പയ്യന്നൂർ ട്രക്കർ സ്റ്റാൻഡിലാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് പയ്യന്നൂരിൽ നിന്നും കൗവായി ദ്വീപിലേക്കാണ്. കൗവായി ദ്വീപിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മുടെ യാത്ര. പയ്യന്നൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് കൗവായി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാപ്പിൽ കാണുന്നത് പോലെ കൗവായി കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് കൗവായി ദ്വീപ്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് മാറിയാണ് പയ്യന്നൂർ ട്രക്കർ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പയ്യന്നൂർ പാസ്പോർട്ട് ഓഫീസ്. ഇപ്പോൾ നമ്മളുള്ളത് പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് തൃക്കരിപ്പൂര്, ചെറുവത്തൂര്, കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന റൂട്ടിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രാമന്തളി, ഏഴിമല, എട്ടിക്കുളം ആ ഒരു റൂട്ടാണ് ലെഫ്റ്റ് സൈഡ്. ഇവിടുന്ന് നമ്മൾ യൂ ടേൺ എടുത്തിട്ട് വേണം കൗവായിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥലം വരുന്നത് വാടിപ്പുറം. വാടിപ്പുറം കഴിഞ്ഞാൽ നേരെ കൗവായി ദ്വീപിലേക്ക് എൻ്റർ ചെയ്യും. വാടിപ്പുറത്ത് ഒരു പാലമുണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ കൗവായി ദ്വീപിലേക്ക് എൻ്റർ ആയി. കൗവായി പുഴയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് കൗവായി ദ്വീപ്. ചെറുതും വലുതുമായ ഒത്തിരി ദ്വീപുകൾ കൗവായി പുഴയിലുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട വലിയ പറമ്പ ദ്വീപ്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് കൗവായി ബീച്ചിലോട്ട് പോകേണ്ടത്. അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, കൗവായി ബീച്ച് എഴുതിയത്. പയ്യന്നൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് കൗവായി ദ്വീപിലേക്ക്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ. ഇതാണ് നമ്മുടെ ട്രക്കറിൻ്റെ ഡ്രൈവർ, ഗംഗാധരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായി ട്രക്കറും ബസ്സുമാണുള്ളത്. ട്രക്കർ ടൈമിംഗ് രാവിലെ 8 മണിക്കും 11 മണിക്കും 1 മണിക്കും 3:15 പയ്യന്നൂരിൽ നിന്ന് കൗവായിലേക്ക്. 8 മണിക്ക് വരുന്ന ട്രക്കർ 8:15, 11 മണിക്ക് വരുന്ന ട്രക്കർ 11:15, 1 മണിക്ക് വരുന്ന ട്രക്കർ 1:15 തിരിച്ച് പയ്യന്നൂരേക്ക് റിട്ടേൺ പോകും. അതിനിടയിൽ 9:35 ഒരു പ്രാവശ്യം കൂടി പയ്യന്നൂരേക്ക് മാത്രമായിട്ട് ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നെ ബസ്സിൻ്റെ ടൈമിങ് അത്ര കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ബസ്സിൻ്റെ ടൈമിങ് പറയുന്നില്ല. കാരണം അത് ചിലപ്പോൾ ഓടും, ചിലപ്പോൾ ഓടില്ല, അങ്ങനെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കൗവായി ദ്വീപിൻ്റെ ലാസ്റ്റ് പോയിന്റായ കാലിക്കടപ്പുറം എത്തിയിരിക്കുന്നു. കാലിക്കടപ്പുറം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും നമ്മളെ കണ്ണിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥലം കൗവായി ബോട്ട് ടെർമിനലാണ്. ഇത് അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ബോട്ട് ടെർമിനലാണ്. നല്ല വൃത്തിയും വെടുപ്പുമുണ്ട്. ഇവിടെ കുറേ കഫറ്റീരിയകളൊക്കെ ഉണ്ട്. പിന്നെ ചിലതൊന്നും ഓപ്പൺ അല്ല,
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോട്ട് വരുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചു പുതിയ ബോട്ട് ടെർമിനലായിരിക്കും ബോട്ട് അടുക്കുന്നത്. പക്ഷേ അത് പഴയ ബോട്ട് ടെർമിനൽ തന്നെയാണ് ബോട്ട് അടുത്തത്. ഈ ബോട്ട് മാടക്കാല്, രാമതളിക്കടപ്പുറം എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് നടത്തുന്നു. പിന്നെ ഏറ്റവും അവസാനം ആയിറ്റിയിലാണ് ഇതിൻ്റെ ഹാൾട്ട് വരുന്നത്. ആയിറ്റിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ബോട്ട് വൈകിട്ട് 8 മണിയാകുമ്പം തിരിച്ച് ആയിറ്റിയിലേക്ക് തന്നെ ഹാൾട്ട് ചെയ്യാൻ പോകും. വിനോദസഞ്ചാരത്തിനായി കയാക്കിംഗ്, സ്പീഡ് ബോട്ടിംഗ് എന്നീ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരം ഏകദേശം ഒരു 4 മണി 5 മണിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഞാനിവിടെ കൊടുക്കാം സൈഡിൽ. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് വരാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് അല്ല, ഒരു വാച്ച് ടവർ പോലെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ ഒരു നമുക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. നല്ല കാറ്റായിരുന്നു ഇവിടെ. അത്യാവശ്യം ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഒരു സ്പീഡ് ബോട്ടിങ്ങിന് യാത്ര തുടങ്ങാൻ പോവാണ്. ഇവിടുന്ന് സഞ്ചാരികളെയും കൂട്ടി അടുത്തൊരു ദ്വീപിലേക്ക് പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യും, പിന്നെ തിരിച്ച് കൊണ്ടുവരും. ഇതാണ് ഇവിടുത്തെ പ്രധാന പരിപാടി. ഇതാണ് ഇവിടെയുള്ള സ്പീഡ് ബോട്ടിൻ്റെ ഉൾവശം. ഇതുപോലുള്ള ഒരു 3-4 സ്പീഡ് ബോട്ട് ഇവിടെയുണ്ട്. അങ്ങ് അവിടെ കാണുന്നതാണ് വലിയപറമ്പ് ദ്വീപ്. പിന്നെ ആ ചെറിയത് കാണുന്നത് അതൊരു ദ്വീപാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ദ്വീപുകൾ ഉള്ളൊരു കായലാണ് കൗവായി കായൽ. കൗവായി പുഴ എന്നും കൗവായി കായലെന്നും രണ്ടും പറയാറുണ്ട്. ഇതാണ് കൗവായി ബോട്ട് ടെർമിനൽ. നല്ല വൃത്തിയുള്ളൊരു ബോട്ട് ജെട്ടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ എന്തെന്നറിയില്ല, ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. വൈകാതെ യൂസ് ചെയ്യുമായിരിക്കും. പിന്നെ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാത്റൂമും സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. അതായിരിക്കണം നമ്മുടെ നാട്ടിൽ വിനോദസഞ്ചാരത്തിന് അത്ര വലിയ താല്പര്യമില്ലാതിട്ടല്ല ആൾക്കാർ പോകാൻ മടിക്കുന്നത്. നമ്മളൊരു ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെങ്കിൽ നമ്മൾ പ്രാഥമിക കാര്യങ്ങളായിട്ട് ഇതൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് ആദ്യം തന്നെ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കാലിക്കടപ്പുറമാണ്, ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് കൗവായി ദ്വീപ്. അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് പോയിന്റ് ഓഫ് കൗവായി ദ്വീപ്.